ഹായ്, ഈ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ECBS NEO സോഫ്റ്റ്വെയറിൽ എങ്ങനെ ബാങ്ക് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ് എങ്ങനെ എൻ്റർ ചെയ്യാമെന്നുള്ളതാണ്. അക്കൗണ്ട്സ് മൊഡ്യൂളിലാണ് ഇത് വരുന്നത്. അക്കൗണ്ട്സ് മൊഡ്യൂളിലെ ട്രാൻസാക്ഷൻസ് ആക്സസ് ഉള്ള യൂസേഴ്സിന് ബാങ്ക് പേയ്മെൻറ്റ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ അക്കൗണ്ട്സ്, ട്രാൻസാക്ഷൻസ്, ബാങ്ക് പേയ്മെൻറ്റ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ബാങ്ക് പേയ്മെൻറ്റ്. ബാങ്ക് ത്രൂ നടക്കുന്ന ഒരു പേയ്മെൻറ്റ്, ബാങ്ക് ത്രൂ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ട്രാൻസാക്ഷൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ബാങ്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഡേറ്റ് എൻ്റർ ചെയ്യാൻ പറ്റും, റെഫറൻസ് നമ്പർ കൊടുക്കാം. അതിനുശേഷം ഏത് ബാങ്കിൽ നിന്നാണ് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ഏത് ബാങ്കിലേക്കാണെന്നല്ല, ഏത് ബാങ്കിൽ നിന്നാണ് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ള ബാങ്ക് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ICICI ബാങ്ക് സെലക്ട് ചെയ്തു. അത് ഏത് പാർട്ടിക്കാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊരു പാർട്ടി ABC പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1000 എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നരേഷൻ എൻ്റർ ചെയ്യാം. നരേഷൻ എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ബാങ്ക് പേയ്മെൻറ്റ് ചെക്ക് ത്രൂ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അഡീഷണലായിട്ട് ചെക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ECBS NEOയുടെ ഹയർ വെർഷൻസിൽ അവൈലബിൾ ആണ്. അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ 1000 എമൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാണ് ആ എമൗണ്ട് കൊടുത്തത്, എത്ര എമൗണ്ട് കൊടുത്തു, അത് ഏത് ബാങ്കിൽ നിന്ന് എന്നുള്ളത് വരും. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ്സ് സിംഗിൾ ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ബാങ്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ ABC 1000. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിന് പുതിയൊരു ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു. ഈ പാർട്ടിക്ക് 2000 ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 2000 എൻ്റർ ചെയ്യുന്നു, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ എത്ര ട്രാൻസാക്ഷൻസ്, എത്ര പാർട്ടിക്ക് വേണമെങ്കിലും ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ത്രൂ പേയ്മെൻറ്റ് കൊടുക്കാം. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആ പാർട്ടിയുടെ ലെഡ്ജറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ ബാങ്കിൻ്റെ ലെഡ്ജർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിന്ന് ആ എമൗണ്ട് പോയിട്ടുണ്ട്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി ആ പാർട്ടിയുടെ ലെഡ്ജറാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് ഇവിടെ കാണിക്കും. ഈ BP എന്നുള്ള ഷോർട്ട് കീ ആണ് ബാങ്ക് പേയ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ബാങ്ക് റെസിപ്റ്റിന് യൂസ് ചെയ്യുക. അക്കൗണ്ട്സ് മൊഡ്യൂളിൽ ട്രാൻസാക്ഷൻസിൽ ബാങ്ക് റെസിപ്റ്റ് എൻ്റർ ചെയ്യുക. ബാങ്ക് റെസിപ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഏത് ബാങ്കിലേക്കാണ് ഈ ക്യാഷ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്, പേയ്മെൻറ്റ് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നതാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് കസ്റ്റമർ ചൂസ് ചെയ്തു. അതിനുശേഷം എമൗണ്ട് 2000 രൂപ, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി വേറൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു പാർട്ടിയെ ചൂസ് ചെയ്യുന്നു. ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന് 1000. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രീസും ചെയ്യാം, സിംഗിൾ എൻട്രി ആയിട്ടും നമുക്ക് ബാങ്ക് റെസിപ്റ്റ് എൻട്രി ചെയ്യാം. സേവ് ചെയ്യുന്നു. ഇത് സേവ് ചെയ്ത് ലെഡ്ജറിൽ ആ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ബാങ്ക് പേയ്മെൻറ്റ് അടിച്ച സമയത്ത് ബാങ്കിൽ നിന്ന് ഔട്ടായതുപോലെ ബാങ്ക് റെസിപ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ഇന്നായതായിട്ട്, ബാങ്കിലേക്ക് ഡെബിറ്റ് ആയതായിട്ട് കാണിക്കും. സെയിം ആ പാർട്ടിയുടെ ലെഡ്ജർ ചൂസ് ചെയ്താൽ ആ പാർട്ടിയുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ആയതായിട്ടും കാണിക്കും. ഇത് ബാങ്ക് പേയ്മെൻറ്റ് അടിക്കുമ്പോഴും ബാങ്ക് റെസിപ്റ്റ് അടിക്കുമ്പോഴും സേവ് ചെയ്യുമ്പോൾ പ്രിൻ്റ് എടുക്കണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിൻ്റ് എങ്ങനെയാണോ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് പ്രിൻ്റ് ആയിട്ട് വരും.